പ്രിയപ്പെട്ട ലാലേട്ട, ഏറ്റവും കൂടുതൽ നിങ്ങളെ വ്യക്തിഹത്യ ചെയ്തിട്ടുള്ള സംഖ്യയെന്നും ചാണകമെന്നും അങ്ങനെ നിങ്ങളുടെ എല്ലാ പോസ്റ്റുകളിലും എഡിറ്റ് ചെയ്ത് കാവി ട്രൗസർ അണിയിച്ച് നിങ്ങൾ ഒരുപാട് വ്യക്തിഹത്യ ചെയ്തിട്ടുള്ള അടിമ കമ്മികൾ ഇപ്പം നിങ്ങളുടെ സ്റ്റാറ്റസ് വെച്ച് ഷെയർ ചെയ്ത് കാണുമ്പോൾ വളരെയധികം സുഖം കിട്ടുന്നുണ്ട്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എല്ലാവരും വേണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നതും സംസാരിക്കുന്നതും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും അദ്ദേഹം എൻ്റെ മലപ്പുറത്ത് വന്നിരുന്നു. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഇനാഗ്രേഷന് മലപ്പുറത്ത് വന്ന അദ്ദേഹം സ്റ്റേ ചെയ്തിരുന്നത് സൂര്യ റീജൻസിലായിരുന്നു. അന്ന് ഞാൻ ഫാൻസ് പ്രവർത്തകനും ഒരു സ്റ്റുഡൻറ്റും കൂടിയായിരുന്നു. അന്ന് അദ്ദേഹത്തെ ഇവിടെ വെൽക്കം ചെയ്തത് ഞാനടക്കമുള്ള കുറച്ച് പേരായിരുന്നു. കൃത്യം 6:30 ഇനാഗ്രേഷനാണ്. 5 മണിക്ക് ലാലേട്ടൻ ഇവിടെ എത്തണം. പക്ഷേ 3:30 മലപ്പുറത്ത് എത്തിയിട്ടും ഇതുവരെ ലാലേട്ടൻ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം വിസിറ്റ് ചെയ്യുന്നത് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ വീട്ടിലാണ്. അവിടെ പോയി ചായ കുടിച്ച് നേരെ പോയത് കോട്ടയ്ക്കൽ ആയുർവേദശാല പോയിട്ട് അവിടെ വൈദ്യരെ കണ്ടിട്ടാണ് അദ്ദേഹം മലപ്പുറത്തുള്ള സ്റ്റേ ചെയ്യാനെത്തിയ സൂര്യയിലേക്ക് വന്നിട്ടുള്ളത്. അയാൾക്ക് എല്ലാവരും വേണം. എല്ലാവരും വെൽക്കം ചെയ്യുന്ന, പ്രത്യേക പാർട്ടിയിൽ ഉൾപ്പെടാതെ നിഷ്പക്ഷമായിട്ട് എല്ലാവരോടും സഹകരിച്ച് പോകുന്ന ഒരു നടനാണ് മോഹൻലാൽ. നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, പ്രൈം മിനിസ്റ്ററുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, അച്യുതാനന്ദൻ സഖാവ് അവസാനമായി കേരളം ഭരിച്ച സഖാവിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഇവിടെ നിൽക്കരുത്. നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്, നിങ്ങളെ പെട്ടെന്ന് പറ്റിക്കപ്പെടാം. നിങ്ങൾക്ക് പൈസ കിട്ടി കഴിഞ്ഞാൽ ഈ ദുരന്തങ്ങളുടെ നിലവാരമില്ലാത്ത ആൾക്കാരുടെ കൂട്ടായ്മ ഉണ്ടല്ലോ, ബിഗ് ബോസ്, അവിടെ നിങ്ങൾ പോകും. കിവി ഐസ്ക്രീമിൽ നിങ്ങൾ പോയി അഭിനയിക്കും. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾ എടുത്തിടും. പൈസ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്യുന്ന പരിപാടികൾ ഒന്നും നിർത്തണം. നിങ്ങൾക്ക് ഒരു പക്ഷേ സിനിമാ സെറ്റിലെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ സാധാരണക്കാരുടെ പൾസ് നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ ആന്റണി പെരുമ്പാവൂരോടൊന്ന് ചോദിച്ചാൽ മതി. ഫിനാൻഷ്യൽ കൈകാര്യം ചെയ്തത് മൂപ്പരല്ലേ. അദ്ദേഹത്തോട് ചോദിക്കൂ, എന്താണ് കറണ്ട് ബില്ല്, എത്രത്തോളം ഉണ്ടത്, വെള്ളത്തിൻ്റെ ബില്ല് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ സാധനങ്ങളുടെ വില എങ്ങനെയൊക്കെയാണ്, എത്രത്തോളം ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ, 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില എത്രയാണെന്ന് അറിയോ? ഒന്ന് അന്വേഷിച്ച് നോക്കണം മൊത്തത്തിൽ ഇവിടുത്തെ നിലവാരങ്ങളെ പറ്റി. ഇനി ഒന്നും വേണ്ട, ആന്റണി പെരുമ്പാവൂരോട് ചോദിക്കണം, ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ ആ പെരുമ്പാവൂരിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഒന്ന് പോയി നോക്കാൻ പറയണം. ആ പെരുമ്പാവൂരിനെ മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ലഹരി മാഫിയാണ് ഇന്ന് കേരളം. പണ്ട് ഷാജി കൈല സിനിമകളിൽ മാത്രമേ കാണുള്ളൂ MDMA. എന്നാൽ ഇന്ന് +1 വിദ്യാർത്ഥിയുടെ ബാഗ് തപ്പിയാൽ കിട്ടും. കേരളം എല്ലാം കൊണ്ടും അധപതിച്ച് ഇത്രയും മോശമാവാൻ കാരണം ഈ ഭരണം തന്നെയാണ്. വാമനപുരം ബസ് റൂട്ട്, ഏഞ്ചൽ ജോഡ്, കോളേജ് കുമാരൻ, ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ വൃഷഭ, അതിനേക്കാളൊക്കെ അപരാധമാണ് ഈ ഒരു വീഡിയോ. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്നുള്ള പഴയ പഴമൊഴിയാണ് പിണറായി വിജയന്റെ PR വർക്ക് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അതായത് മോഹൻലാൽ എന്ന കേരളം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന അദ്ദേഹത്തെ പോയി കണ്ട് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ പോസിറ്റീവ് എനർജി, ആ ഒരു ഓറ, അത് മറ്റൊന്നിനും നൽകാനാവില്ല. അപ്പോൾ അത് ഇവിടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട, അത് കിട്ടൂല. നിങ്ങൾ തകർത്ത് അഭിനയിച്ച, ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ മലയാളത്തിലെ മികച്ച ഒരു ക്ലാസ് ചിത്രം വരവേൽപ്പ്, താങ്കൾ ബസ് ഓണറായിട്ടില്ലേ, അതിനകത്ത് മുരളി ചെയ്ത കഥാപാത്രം അതാണ് പിണറായി വിജയൻ. പിന്നെ ഈ വീഡിയോയിൽ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. മറ്റൊന്നുമല്ല, പിണറായി വിജയൻ ഒന്ന് ചിരിച്ചു കണ്ടു. വളരെ അപൂർവമായൊരു കാഴ്ചയാണത്. കുറച്ച് പേരുടെയൊക്കെ കാണിക്കുള്ളൂ. മഹാനടൻ മോഹൻലാലിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരൻ യൂസഫലിയുടെ മുമ്പിൽ നമ്മൾ സാധാരണക്കാരുടെ അടുത്തില്ലാത്ത ആ ചിരി നിങ്ങൾക്ക് കിട്ടും. ലാൽ സലാം.